കാനഡയുടെ സ്വന്തം എയർലൈൻസ് ആകുന്ന എയർ കാനഡയുടെ സിഇഒ ആകുന്ന മൈക്കിൾ റൂസോയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു വലിയ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് മോൺട്രിയാലിൽ നിന്നും ന്യൂയോർക്കിലെ ലാ ഗാർഡിയ എയർപോർട്ട് LGAയിലേക്ക് പറന്നുയർന്നതായിട്ടുള്ള എയർ കാനഡ അവിടെ ലാൻഡ് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടെ എയർക്രാഫ്റ്റ് കൺട്രോൾസിന്റെ സിഗ്നൽസ് ഒക്കെ ലഭിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം പൈലറ്റുമാർ ന്യൂയോർക്കിലെ ആ LGAയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് റൺവേയിലേക്ക് അവർ പറന്നിറങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ യുണൈറ്റഡ് എയർലൈൻസിന്റെ മറ്റൊരു വിമാനം എമർജൻസി കോൾ വിളിച്ചതിന്റെ ഫലമായി ഒരു ഫയർ ട്രക്ക് അവരെ സഹായിക്കാനായിട്ട് മറ്റൊരു ദിശയിൽ കൂടെ പാഞ്ഞെടുക്കുകയാണ്. ആ പ്രത്യേക നിമിഷത്തിൽ എയർക്രാഫ്റ്റ് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഒന്ന് ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയർ കാനഡയ്ക്കും അപ്പോൾ തന്നെ മറ്റു ദിശയിൽ നിന്ന് വളരെ വേഗത്തിൽ വരുന്ന ഫയർ ട്രക്കിനും രണ്ടു കൂട്ടർക്കും അവര് മെസ്സേജ് പാസ് ചെയ്തു. ആദ്യം ഫയർ ട്രക്കിനോട് പറഞ്ഞു, മറ്റൊരു എയർലൈൻസ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, അവർ പോകാനായിട്ട് സമയം അനുവദിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റൊരു എയർക്രാഫ്റ്റ് കൺട്രോളർ അവർക്ക് തെറ്റായ ഒരു സന്ദേശം കൊടുത്തു, നിങ്ങൾക്കെല്ലാം ക്ലിയർ ആണ്, മുന്നോട്ട് പോകാമെന്ന്. എന്തായാലും ആ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ ഫയർ ട്രക്കുകാര് അവരുടെ ആ ഒരു എമർജൻസി കാര്യം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു വെപ്രാളത്തിൽ അവർ വളരെ വേഗത്തിൽ ആ ഒരു റൺവേ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് എയർ കാനഡയുടെ ആ ഒരു ഫ്ലൈറ്റ് വളരെ വേഗതയിൽ വന്ന് ഈ ഫയർ ട്രക്കുമായിട്ട് കൂട്ടിയിടിക്കുന്ന ഒരു അനുഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഓൺ ദ സ്പോട്ടിൽ തന്നെ രണ്ട് പൈലറ്റുമാർ, മെയിൻ പൈലറ്റും കോ പൈലറ്റും ആ നിമിഷം തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഒരു ദാരുണാന്ത്യം. അതുമാത്രമല്ല, ഏതാണ്ട് ഒരു 50 അടുത്ത ആളുകൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം വലിയ പ്രശ്നങ്ങളും കോളിളക്കവുമാണ് ഈ കാനഡയിൽ ഉണ്ടായത്. എയർ കാനഡയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ക്യൂബക്കിലെ മോൺട്രിയാലാണ്. ഇത് ശരിക്കും ഒരു പബ്ലിക് ഫണ്ടഡ് എയർലൈൻസ് ആണ്. ടൊറന്റോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അനേക പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ഇതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇത് പ്രൈവറ്റൈസ്ഡ് ചെയ്ത 1988 കാലഘട്ടങ്ങളിലാണ്. എന്നാൽ എയർ കാനഡയുടെ തലപ്പത്തുള്ള സിഇഒ ആകുന്ന നമ്മൾ മുമ്പ് പറഞ്ഞതായിട്ടുള്ള മൈക്കിൾ റൂസോ, അദ്ദേഹത്തിന്റെ രാജിയാണ് ഇപ്പോൾ ആളുകളുടെ മുന്നിൽ ശ്രദ്ധേയമായിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ മരണപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് കണ്ടോളൻസ് അറിയിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ മാത്രമാണ് കണ്ടോളൻസ് അറിയിച്ചത്. ഫ്രഞ്ച് ലാംഗ്വേജിൽ അദ്ദേഹം അത് പറഞ്ഞില്ല, അല്ലെങ്കിൽ അല്പം പോലും സ്പീക്ക് ചെയ്തില്ല എന്നുള്ള ഈ ഒരു കാരണത്താൽ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ പാർട്ടികൾ എന്ന് വേണ്ട എല്ലാവരും കൂടെ ഒരുമിച്ച് വേട്ടയാടി അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ള ആ ഒരു വലിയ വാർത്തയാണ് ഈ ദിവസങ്ങളൊക്കെ ഈ രാജ്യത്തിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കുവോ? ഒരു സിഇഒ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാള് നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആയ ഹിന്ദി സംസാരിച്ചില്ല, അതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ഇതൊക്കെയാണ് കാനഡ. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്, അതായത് ഫ്രഞ്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ, ഫ്ലുവൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് ഇല്ല എന്നതാണ്. പ്രധാനമായിട്ടും കാനഡയുടെ നമുക്കറിയാം പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ, മറ്റ് MPമാർ, അങ്ങനെയുള്ള പ്രധാന ടോപ്പ് പൊസിഷൻ വഹിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഫ്രഞ്ച് അറിഞ്ഞിരിക്കണം എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഒരു പതിറ്റാണ്ടായിട്ട് എയർ കാനഡയെ അവരുടെ പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് അവരുടെ കഷ്ടകാല സമയത്ത് തകർന്ന് തരിപ്പണമാകുന്ന സമയത്തൊക്കെ ഈ എയർ കാനഡയെ ഒരു പരിധി വരെ അവരെ സപ്പോർട്ട് ചെയ്ത് ലിഫ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ മൈക്കിൾ റൂസോ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. ഏതാണ്ട് 10-20 വർഷമായി
ഈ ഒരു സ്ഥാപനത്തോടു കൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു. ആദ്യം അദ്ദേഹം അവരുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് 2007 ജോയിൻ ചെയ്തത്. 2021 അദ്ദേഹത്തിന് CEO ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഇത്രയും വലിയ ഒരു ഉന്നത പദവിയിൽ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഫ്രഞ്ച് അറിയത്തില്ലായിരുന്നോ എന്നത് ഇവർക്ക് ഈ പറയുന്ന അധികാരികൾക്ക് അറിയില്ലായിരുന്നു അന്ന് അദ്ദേഹത്തെ ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അതായത് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹം മോൺട്രിയലിലാണ് താമസിക്കുന്നത്. അന്ന് ഈ കമ്പനിയുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ കമ്പനിയോടൊപ്പം നിന്ന് കമ്പനിക്ക് വേണ്ട എല്ലാ അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എല്ലാ ഓപ്പറേഷനും വളരെ ഭംഗിയായി ചെയ്ത് ആ സ്ഥാപനത്തെ ഒരു നല്ല ഒരു സേഫ് പൊസിഷനിലേക്ക് എത്തിച്ച ഇദ്ദേഹത്തെ അവരധികം ഒന്നും ചിന്തിച്ചില്ല. എന്തുകൊണ്ടും CEO സ്ഥാനത്തേക്ക് വരാൻ അർഹനാണ് എന്ന് മാത്രമേ അവർ കരുതിയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ഉയർത്തിപ്പിടിച്ചവർ തന്നെ കരിയാപ്പല പോലെ അദ്ദേഹം ഒരു കണ്ടോളൻസ് അല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് കണ്ടോളൻസ് അറിയിച്ചപ്പോൾ അതിൽ ഒരു പൈലറ്റ് അദ്ദേഹം ഫ്രഞ്ച് പൈലറ്റാണ്, അതായത് ക്യൂബക്കിലെ ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു പൈലറ്റാണ്. അപ്പൊ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഒക്കെ അദ്ദേഹം ആ രീതിയിൽ ഒരു ഇൻസൾട്ടിംഗ് ആണ് ചെയ്തത് എന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനമാണ് ഇദ്ദേഹത്തിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് അത് കാണാനായിട്ട് ഇടയായത്. എന്തായാലും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ റിസൈൻ അല്ല, ഞാൻ എന്നേക്കുമായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ റിട്ടയർമെന്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം റിട്ടയർമെന്റ് കൊടുത്തു. ഈ വർഷം ഒടുവിലത്തേക്ക് അദ്ദേഹം ഔദ്യോഗിക സ്ഥാനം രാജിവെച്ചു പോവുകയാണ്. ഈ കാനഡ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് കേട്ടോ. ഏത് വലിയവനാണെങ്കിലും, ഏത് ഉന്നത പൊസിഷൻ മുതൽ താഴെയുള്ള ജോലിക്കാരനാണെങ്കിലും, ഞാൻ ഏതാണ്ട് വലിയ സംഭവമാണ്, ഞാൻ ഏതാണ്ട് വലിയ മലമറിക്കുക, ഞാനില്ലേ ഒന്നുമില്ല, വെറുതെയാ. നീ എന്തെല്ലാം ചെയ്താലും നാളെ നിന്റെ ജോലി ഉണ്ടോ നിനക്ക് യാതൊരു ഉറപ്പുമില്ല. അതാണ് ഈ കാനഡ എന്ന രാജ്യം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ വരും. I am Rexy Joy. Bye.